മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. സമ്പൂർണ്ണ ശുചിത്വം പരിപാലിക്കാൻ വ്യാപാരികൾ കൈകോർക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. തലശ്ശേരി നഗരസഭയിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കാൻ വ്യാപാരികളും കൈകോർക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു. തലശ്ശേരിയിൽ മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ തള്ളുന്ന കടൽപ്പാലത്തും പരിസരത്തും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൃത്യമായി പരിശോധന നടത്തണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. നഗരസഭയുമായും നഗരസഭയുടെ ശുചിത്വ പ്രഖ്യാപനവുമായി സഹകരിക്കാത്തവർക്ക് നേരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ഏതെങ്കിലും തരത്തിൽ ജനപ്രതിനിധികൾ അതിൽ ഇടപെടാനും പാടില്ല. എന്റെ വാർഡിലെ ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ടൊന്ന് ലേശം ഇളവ് കൊടുക്കണം. ഇങ്ങനെ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നവർ ഈ നാടിന്റെ ശത്രുക്കളാണ്. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, നഗരസഭ അതിനനുബന്ധമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, ആ തീരുമാനത്തെ ധിക്കരിച്ച് ആര് പോയാലും അവർ ഈ നാടിന്റെ ശത്രുക്കളാണ്. അവരാ നിലയിൽ കാണാൻ നഗരസഭയും നഗരസഭ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണം. നമ്മുടെ നഗരം ശുചിത്വമുള്ള നഗരമായി മാറണം. പ്രത്യേകിച്ച് ശുചിത്വമുള്ള നഗരത്തിലേക്ക് മാത്രമേ ആള് വരൂ. അതുകൊണ്ട് ശുചിത്വ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ ചടങ്ങിൽ ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണം സ്പീക്കർ നിർവഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, നഗരസഭാ അംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും പങ്കെടുത്ത ശുചിത്വ വിളംബര ജാഥയും നടന്നു. നഗരസഭയിലെ 52 വാർഡുകളും ശുചിത്വ വാർഡുകളായും അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും പ്രഖ്യാപിച്ചു. നഗരസഭയിൽ ആകെ 464 അയൽക്കൂട്ടങ്ങളാണുള്ളത്. നഗരസഭയിലെ 126 സർക്കാർ സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും ആകെയുള്ള 81 അങ്കണവാടികളെ ഹരിത അങ്കണവാടികളായും പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ തിരുവങ്ങാട് ക്ഷേത്രം, സീവ്യൂ പാർക്ക്, തലശ്ശേരി കോട്ട, ഓവർബറീസ് ഫോളി, ജഗന്നാഥ ടെമ്പിൾ, ഹെർമൻ ഗുണ്ടർട്ട് ബംഗ്ലാവ്, കടൽപ്പാലം എന്നിവ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായും നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായും പ്രഖ്യാപനം നടത്തി. നഗരസഭയ്ക്ക് കീഴിൽ ആകെ 65 വിദ്യാലയങ്ങളാണുള്ളത്. 8 ടൗണുകളും ഹരിത ടൗണുകളായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിലെ പല ഭാഗങ്ങളായി ബിന്നുകളും സ്ഥാപിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ, സ്ഥിരം സമിതി അംഗങ്ങളായ TC അബ്ദുൽ ഖിലാബ്, ഷബാന ഷാനവാസ്, TK സാഹിറ, N രേഷ്മ, C സോമൻ, തലശ്ശേരി നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ ബിന്ദു, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ CK രമേശൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.